അപ്പോൾ ഈ ടീനേജില് അപ്പോഴാണ് ഈ ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് വേറെ മാനങ്ങൾ വരുന്ന സമയം. രണ്ടുപേരോട് ഒരേ ചോദ്യം ചോദിച്ചു, രണ്ടുപേരും രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടുപേരും ഒരു ഗസ്റ്റിനോട് നമ്മൾ ചോദിച്ചു, ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റും. ആളൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണ്. അപ്പൊ ആള് പറയണത് അങ്ങനെ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷെ ആണുങ്ങൾ എപ്പോഴും വേറൊരു കണ്ണിൽ കൂടെ പെണ്ണുങ്ങളെ കാണുള്ളൂ. ഒരാള് വേറൊരു ഗസ്റ്റിനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ആവാൻ പറ്റും, അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായാൽ പോലും അത് ഫ്രണ്ട്ഷിപ്പ് ആകാതിരിക്കുന്നില്ലല്ലോ എന്ന്. വാട്ട് ഈസ് യുവർ വ്യൂ? ഓക്കെ, ഇത് അഗെയിൻ രണ്ട് രീതിയിൽ പറയാം. കൾച്ചറൽ, സയന്റിഫിക്, ഫിസിയോളജിക്കൽ പല വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പമില്ല. ആൻഡ് ഐ ബിലീവ് ദാറ്റ് നമ്മളെല്ലാവരും ഈക്വൽ ആയിരിക്കണം. ബട്ട് സെയിങ് ദാറ്റ് നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ എസ്പെഷ്യലി യങ് ആണെങ്കിൽ, ഈ കോളേജിലും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആവും. പക്ഷെ ആ ഏജിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവാണ് ആക്ച്വലി. ഫ്രണ്ട്ഷിപ്പ് എവിടം വരെ ആവാൻ പറ്റും? തോളത്ത് കയറ്റി കിടക്കാൻ പറ്റുമോ? ഐ മീൻ അതാണ് ചോദിക്കണേ. ഇക്ലിയാക്കാൻ പറ്റുമോ? സി, നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്സിനകത്ത് ഒരു ലിമിറ്റ്, നമ്മൾ ഈ പണ്ട് ലക്ഷ്മണരേഖ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. യു ക്യാൻ ബി ഫ്രണ്ട്സ്, പക്ഷെ യു ഷുഡ് നോട്ട് ബി ക്ലോസ് ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് റിയലൈസ് ബട്ട് ദ അതർ പേഴ്സൺ ഇസ് ഓൾറെഡി ഇത്. മറ്റേ ആൾക്ക് കറക്ഷൻ വരാൻ പാടില്ലല്ലോ. സി, യു ക്യാൻ, ഈ പെൺകുട്ടികൾക്ക് അത് അറിയില്ല. ഞാൻ കോളേജിൽ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം ലൈക്ക് എവിടെ വരുന്ന ലിമിറ്റ്? യു ക്യാൻ ബി ഫ്രണ്ട്സ്, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഡിസ്റ്റൻസ് എന്നാണ്. അതായത് ഇതൊക്കെ റിയാലിറ്റി അല്ലേ? ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണോ അതോ ഫിസിക്കലും മാനസികമായിട്ടെല്ലാം വേണം. അതായത് നമുക്കിപ്പോ മാനസികമായിട്ട് നമുക്ക് എന്നും തുറന്നു പറയാൻ പറ്റും. പക്ഷെ ലൈക്ക് ഇപ്പൊ ഒരു മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എല്ലാവരും ഇൻ ബിറ്റ്വീനും അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. അതായത് ഇറ്റ്സ് ഫൈൻ. എന്തൊക്കെ പറയും? എനിക്ക് എൻ്റെ പീരിയഡ്സിന്റെ പ്രശ്നമൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് ആൺകുട്ടീനോട് ഡിസ്കസ് ചെയ്യോ? ഐ മീൻ യു ഷുഡ് ബി ഏബിൾ ടു ഫ്രീലി ഡിസ്കസ്, ബിക്കോസ് ഇതെല്ലാം ഒരു നാച്ചുറൽ സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ കൾച്ചറിൽ അവരെ വളർത്തിയേക്കണം അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ടീനേജേഴ്സ് മിക്കവരും പറയണത് എന്താണെന്ന് പറയുക, ആൺകുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയണത്, ഞാനിപ്പോൾ പെണ്ണുങ്ങളുടെ അടുത്ത് ഈക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാലേ അവനെ കളിയാക്കിച്ചിരിക്കുന്നു. അതായത് പിയേഴ്സ് ഉണ്ട്, പിയർ പ്രഷർ ഉണ്ട്. ഇവന് ആഗ്രഹമുണ്ട്, ഐ മീൻ ഈ പറയുന്ന കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ ഓ അവൾക്ക് പീരിയഡ്സ് ആണ്, നമുക്ക് വേദനയാണ്, നമ്മളവരെ നോക്കണത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും. അപ്പൊ ഇപ്പോഴും ഇവിടെയും ആ കൾച്ചറൽ റെസ്ട്രിക്ഷൻസ് ആണ് പ്രശ്നം. ബേസിക്കലി ആവശ്യമില്ലാത്ത കുറേ കേസുകെട്ടുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ യു ഷുഡ് ബി ഏബിൾ ടു ഫ്രീലി കമ്മ്യൂണിക്കേറ്റ്. ബട്ട് ഒരു നമ്മളുടെ മറ്റേ ആൾക്ക് ഒരു ഫിസിക്കൽ ഇത് ഉണ്ടാവാം എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവർ പറഞ്ഞു എന്ന് വരില്ല എപ്പോഴും. അതിൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് മിക്കവർക്കും മനസ്സിലാവില്ല. ഇവര് നല്ല കൂട്ടും കൂടി എല്ലാം ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോഴേ ആണുങ്ങൾ പറയണം, അയ്യോ എനിക്ക് നീ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. എല്ലാം കഴിയുമ്പോൾ പിന്നെ പ്രശ്നം വേറെയാവും. എന്നുവെച്ചാൽ ഓപ്പൺലി പറയില്ല. കുറേ ആൺകുട്ടികൾ ചിലപ്പോൾ പറയില്ല അവർക്ക് ഉള്ളിലുണ്ടെങ്കിലും. കാരണം അവർക്ക് അവരുടെ ഈഗോ, ഇവള് വേണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ ഈഗോ ഹേർട്ട് ആവുമല്ലോ, അതുണ്ട്. പിന്നെ സിനാരിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ വെറുതെ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ 6 മാസം കഴിഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, നോട്ട്സ് ഇത് ചെയ്യും എല്ലാം ചെയ്യും. 6 മാസം കഴിഞ്ഞ് അയ്യോ എനിക്ക് നീ ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചെറുക്കം പറയാം. വി ഷുഡ് ഹാവ് എ റിലേഷൻ എന്ന് പറയാം, ഇത്ര നാളായില്ലേ. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇതുവരെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കും. വാട്ട് ഷീ ഷുഡ് ഡു? ഷീ ഷുഡ് ടെൽ ഹിം ദാറ്റ് നീ എനിക്ക് നല്ല ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കളയാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് നിന്നോട് ആ ഫീലിംഗ് ഇല്ല, ക്യാൻ വി കണ്ടിന്യൂ ദ ഫ്രണ്ട്ഷിപ്പ്? അങ്ങനെ ചോദിക്കാം. അതല്ലാതെ ഇനി ഞാൻ നിന്റെ അടുത്ത് മിണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഷീ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഷുഡ് ബി ട്രൂത്ത്ഫുൾ അബൌട്ട് ഇറ്റ്. അവൾക്ക് ശരിക്കുമുള്ള ഇത് പറയാം, ആൻഡ് ദേ ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ യു ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ എല്ലാ കാലത്തും ഇപ്പോൾ മാരീഡ് ആണുങ്ങളാണെങ്കിൽ ദേ മൈറ്റ് ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അതർ വിമൻ അല്ലേ? ഈ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വേറെ ഇതിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. യു നോ ദാറ്റ് അല്ലേ? പോകുന്നുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഹെൽത്തിയർ നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാക്കണത്. ഒന്ന്. സെക്കൻഡ് തിങ്, ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അത്രയും പ്രോബ്ലം വരില്ല. 5-6 ആണുങ്ങൾ 5-6 പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അപ്പനെ അമ്മയും മക്കള്, ഫാമിലി ഫ്രണ്ട്സ്, അതൊക്കെ കുറച്ചും കൂടെ ഹെൽത്തിയറാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മുടെ ഓൺ റിലേറ്റീവ്സ്, ബീയിങ് ഇൻ എ ഗ്രൂപ്പ് ഇസ് ഓൾവേസ് ഗുഡ്.
അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ പോകും. ഫ്രണ്ട്ഷിപ്പ് ഔട്ട്സൈഡ് മാരേജ്, one-to-one friendship is always a little bit risky. I think it is a bit risky. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇഫ് യു ആർ അതൊരു വൈബുമാണ് കുറെയൊക്കെ. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് വാട്ട് ദ അതർ പേഴ്സൺ ഫീൽ. അപ്പൊ പെണ്ണുങ്ങൾക്കൊരു ഗുണമുണ്ട്. പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ ഈ ഇൻട്രസ്റ്റ് വേറെയാണെന്ന് തോന്നിയാല് നിങ്ങൾക്കത് മനസ്സിലാവുന്നറിയില്ല, ഞങ്ങൾക്ക് മണത്തറിയാം. അപ്പൊ നമ്മൾ അതുവരെ നന്നായിട്ട് മിണ്ടും, പതുക്കെ നമ്മൾ സ്കൂട്ടാവാൻ തുടങ്ങും. ഫീൽ ദാറ്റ് അവരുടെ ഇത് ശരിയല്ലെന്ന് നമ്മൾ പതുക്കെ പതുക്കെ ബാക്കിലേക്ക് വരാൻ തുടങ്ങും. നമുക്ക് ജനറലി മനസ്സിലാവും. ഇൻറ്റ്യൂഷൻ ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ജീന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കൂടറാണ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി അതർ പേഴ്സൺ. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ ബാറിലൊക്കെ പോയി നിന്നാ ഒരാൾ വേറെ ആളുടെ അടുത്ത് പോയി ചോദിക്കില്ലേ, നമുക്ക് ഇന്ന് പോവാന്ന് പറഞ്ഞാൽ അവര് ജഡ്ജ് ചെയ്യാണ്. എന്താ ജഡ്ജ് ചെയ്യണേ? ആളെ നോക്കിയിട്ട് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിൽ കുറെ ടിപ്സ് ഉണ്ട് അല്ലേ? എല്ലാം അത് ഞാൻ പറഞ്ഞു തന്ന ഇനി നിങ്ങളുടെ ഭാര്യ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇതായത് നമുക്ക് ഈ ആളുടെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ അവര് നമ്മുടെ കൂടെ ഒന്ന് വരുമോ എന്ന് നമുക്ക് മനസ്സിലാവണേ. ബോഡി ലാംഗ്വേജ് അപ്പൊ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിങ്സ് ഫോളോ ചെയ്താൽ മതി. ഇതില് വലിയ പേടിയൊന്നുമില്ല. നമുക്ക് ആനിമൽസിന്റെ പോലെ നമുക്കുണ്ട്. ആനിമൽസിനെ എങ്ങനെ അറിയാം? ഇന്ന ആനിമലിന്റെ അടുത്ത് പോയാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അവരെങ്ങനെ ഫെറോമോൺസ് ഉണ്ട്, സ്മെല്ലുണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. സംസാരിക്കുന്ന രീതി മാത്രമല്ല. സോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബീയിങ് എ ഫ്രണ്ട് ഇസ് ഫൈൻ, ബട്ട് ബീയിങ് ഇൻ എ illegal relationship when you're married is always bad. Married മാത്രമല്ല, if you have a partner. ഞാൻ മാരേജ് എന്ന് പറയണില്ല. Committed to one person, that is enough. ഇതൊരു പേപ്പർ അല്ലല്ലോ. ഇത് കേരളത്തിൽ ഇതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്നാണ് ഒരു നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ ക്ലിനിക്കിൽ മാത്രം ഇരിക്കണ വ്യക്തിയാ. ഇപ്പത്തെ ട്രെൻഡ് എല്ലാവർക്കും അറിയാം. ഇത് നോട്ട് ഗുഡ്. എന്താന്നറിയോ, ഇത് കുടുംബങ്ങള് എന്താ പറയാ തകരും. നമ്മുടെ സൊസൈറ്റി ബേസ്, നമ്മളൊരു സെല്ല് ടിഷ്യൂ ഓർഗൻ എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ സൊസൈറ്റി, ഒരു കൺട്രി, ഒരു സൊസൈറ്റി എടുത്താല് അതിന്റെ യൂണിറ്റ് ആണ് ഫാമിലി. ആ ഫാമിലി തകരുമ്പോ അൾട്ടിമേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയുടെ അടിത്തറയാണ് ഇളകണേ. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഫാമിലീസ് ഡിസ്ട്രോയിഡ് ആവണം നല്ലതല്ല. സോ ദാറ്റ് ഇസ് വൈ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് പോകുമ്പം നമ്മൾ ആ ലക്ഷ്മണരേഖ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് തോന്നും, അട്രാക്ഷൻ തോന്നും, വാട്ട് എവർ. പക്ഷെ യു ഹാവ് ടു പുട്ട് ദാറ്റ് ലിമിറ്റ് ബിക്കോസ് യു ഷുഡ് നോട്ട് ഡിസ്ട്രോയ് ദി അതർ ഫാമിലി, യു ഷുഡ് നോട്ട് ഡിസ്ട്രോയ് യുവർ ഫാമിലി. ഓക്കെ. ഇപ്പൊ ഈ ദാമ്പത്യ അവിശ്വസ്തത, ഇതിലിപ്പോൾ ശാരീരികമായി യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വേറൊരാളുമായിട്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടായാൽ അത് അവിശ്വസ്തതയാണോ? അതിപ്പോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഫീമെയിൽസിന്, സ്ത്രീകൾക്ക് അത് ഇതാണ്, ലൈക്ക് ദേ ട്രീറ്റ് ഇറ്റ് ആസ് ഇൻഫെർട്ടിലിറ്റി. അതായത് ഒരാൾക്ക് ഇമോഷണലായിട്ട് മറ്റൊരാളോട് കണക്ഷൻ ഉണ്ടെങ്കിലും അത് ഇത് തന്നെയാണ് ഡെഫിനറ്റ്ലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പുരുഷന്മാർ പറയും ഞാൻ ഫിസിക്കലി പോയില്ലല്ലോ പിന്നെ നിനക്ക് എന്താന്ന് ചോദിക്കും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, കമ്മിറ്റ്മെന്റ് വേണം. അത് ആ ജീന്റെ ലെവല് പറഞ്ഞില്ലേ, കുഞ്ഞിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നവരെ എനിക്ക് എന്റെ പാർട്ട്ണർ വേണം, ഭർത്താവോ പാർട്ട്ണറോ വേണം. ഐ മീൻ ബയോളജിക്കലിയാണ് ഞാൻ മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. ഫാമിലി ഓക്കെ. ഇനി നമ്മുടെ ഈ ഫാമിലി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തകർച്ചയിലാണെന്നുള്ളതൊക്കെ അറിയാം. ഇനി ഇതിനെപ്പറ്റി പൊതുവെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മറ്റ്, അതായത് ഒരു സ്ത്രീക്ക് പുരുഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ പറ്റി അറിവ് കുറവായിരിക്കും, നേരെ തിരിച്ചു. സ്ത്രീകൾക്ക് അറിയാൻ പാടില്ലാത്ത ഏറ്റവും വലിയ സത്യം എന്താണ് ഈ ഇതിൽ ദാമ്പത്യ അവിശ്വസ്തതയുടെ കാര്യം? അത് എനിക്ക് തോന്നണു സ്ത്രീകൾക്ക് ഇൻഡ്യൂഷൻ കൂടുതലായതുകൊണ്ട് ഈ ഭർത്താക്കന്മാര് വേറെ പോകുമ്പോ മിക്കവർക്കും മനസ്സിലാവും ആക്ച്വലി ഇൻഡ്യൂഷൻ കൂടുതലാണ് സ്ത്രീകൾക്ക്. എല്ലാവരും വിചാരിക്കും എങ്ങനെയാന്ന്, പക്ഷെ അതുണ്ട്. ബിക്കോസ് വെൻ സംബഡി ഈസ് ബിലോങ്ങിങ് ടു യു നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആളവിടെ അല്ല എന്നുള്ളത് പെട്ടെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവാൻ പറ്റും. അത് അറിഞ്ഞാലും കുറെ പേര് ഓക്കെ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഫാമിലി കൊണ്ടു നടക്കാൻ വേണ്ടി ദേ മൈറ്റ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. അതിൽ തന്നെ പല ലിമിറ്റ്സ് ഉണ്ട്.
അതായത് ആവശ്യത്തിന് കെയറും ആവശ്യത്തിന് സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവരും ഒക്കെ പാഠം ചെയ്യും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ടോട്ടൽ നെഗ്ലക്റ്റ് ആയാല് ഇഫ് ദേ ഡോണ്ട് അപ്രീഷിയേറ്റ് ദ വൈഫ്, അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ ബി അൺഹാപ്പി. സ്ത്രീകൾ അൺഹാപ്പി ആവും. പിന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഇത് മോസ്റ്റ്ലി ഫിസിക്കലാണെന്ന് അവർ ചിന്തിക്കില്ല. അതായത് പലപ്പോഴും ഇഫ് ഇറ്റ്സ് ജസ്റ്റ് സെക്ഷുവൽ നീഡ്, ഇപ്പം ആൾക്കാർ, ഞാൻ ജനറലൈസ് അഗെയിൻ പറയല്ല, പലപ്പോഴും ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ മീറ്റിങ്ങിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വൺ നൈറ്റ് സ്റ്റാൻഡ് റിലേഷൻഷിപ്സ് ഒക്കെ കോമണാണ്. ഗോയിങ് അവേ ഫ്രം ഹോം പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആരും അറിയില്ലല്ലോ, നാട്ടുകാരൊന്നും ഇല്ലല്ലോ. അത് ഇറ്റ് മൈറ്റ് ബി ജസ്റ്റ് എ ഫിസിക്കൽ തിങ്. അവർക്ക് ഒരു ഇതായിരിക്കും, അല്ലാതെ അവർക്ക് ഒരു അറ്റാച്ച്മെന്റ്. ദേ ഡോണ്ട് ഇന്റെൻഡ് ടു ഹേർട്ട് എനിബഡി, ദേ ജസ്റ്റ് വാണ്ട് ടു ഹാവ് ഇറ്റ് ഫോർ ഫൺ, അത്രേ ഉള്ളൂ ആയിരിക്കും. ആ ഒരു ഫാക്ട് സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും ഇതിനെന്ത് ഇത്ര പ്രശ്നമൊന്നും ആയിരിക്കും. ബട്ട് ഫോർ എ വുമൺ അങ്ങനെയല്ല, ഇറ്റ്സ് എ സീരിയസ് തിങ് ഫോർ ഹെർ. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു സ്ത്രീയും പുരുഷനും ദാമ്പത്യ വിശ്വസ്തത കാണിക്കുന്നത് വേറെ വേറെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതായത് പുരുഷന് അതൊരു ഫിസിക്കൽ നീഡാണ്, യൂഷ്വലി ഒരു ഫിസിക്കൽ നീഡാണ്. പിന്നെ ചിലവരുണ്ട് വെൻ ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദ ഫാമിലി ലൈഫ്, ടോട്ടലി ഇപ്പൊ ഈ പാരലലി ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ദേ മൈറ്റ് ഹാവ്, ഒന്നല്ല അറ്റ് എ ടൈം മൾട്ടിപ്പിളും ഉണ്ട്. ബട്ട് അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടാ, മേ ബി ദേ ആർ ലോൺലി, something might be wrong, maybe it's their character, there might be lot of reasons. അവർ ആവശ്യമില്ലാതെ ചിലപ്പോൾ സ്ട്രെസ് എടുക്കുന്നുണ്ടാവും. ഈ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണ് ജനറലി ഇങ്ങനത്തെ ഉള്ളതിന് പോകുന്നത്. അവർ അത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ പക്ഷെ അത് ഫിസിക്കലി ആണ് കൂടുതലും, പക്ഷെ ചിലവര് ഇമോഷണലി ഉണ്ടാവും. കാരണം പാരലലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ സ്ത്രീകൾക്ക് എന്താണെന്നറിയോ, കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽ റിക്വയർമെന്റിന്റെ ഒരു നല്ല ഒരു ചങ്ക് ദേ ഗെറ്റ് ഫ്രം ചിൽഡ്രൻ. അപ്പൊ അവർക്ക് അങ്ങനെ വേറെ ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് ജനറലി കുറവാണ്. ഈ 2-3 കുട്ടികൾ വീട്ടിലുള്ളപ്പം അവരെ നോക്കിയാൽ തന്നെ ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെ കിട്ടും. വേറെ ഭർത്താവ് നോക്കിയില്ലെങ്കിലും, ഈവൻ സെക്ഷുവൽ റിലേഷൻ ഇല്ലെങ്കിലും എനിക്ക് ഒരു പിള്ളേരുടെ കൂടെ കണ്ടന്റഡാ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ നിന്ന് ഇത് കിട്ടിയാൽ മതി, ഈ ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെ കിട്ടിയാൽ മതി. പക്ഷെ അത് പറഞ്ഞാലും സ്ത്രീകൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല എന്നല്ല ഞാൻ പറയണേ, ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. അല്ലാതെ മിക്കവാറും പേരും ഒരു കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഇതൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ ബാക്കിയുള്ള ആളുകൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്നറിയോ, സ്ത്രീകളുടെ ഒരു കല്യാണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ സൈക്കോളജി ബുക്സിലൊക്കെ ഉണ്ട്, കല്യാണം എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ റിക്വയർമെന്റും പെണ്ണുങ്ങളുടെ റിക്വയർമെന്റും വേറെ വേറെയാണ്. പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ, സെക്യൂരിറ്റി വേണം, ഓക്കെ, ഇതെല്ലാം വേണം, അപ്രിസിയേഷൻ വേണം. ഈ ഒരു സാധനം, ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രിസിയേഷൻ ആണ് മിക്ക സ്ത്രീകൾക്കും കിട്ടാത്തത്. ഇവര് ബേസിക്കലി ഒരു പെയ്ഡ് മെയ്ഡ് മാതിരിയാണല്ലോ. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, ലോണ്ടറി ചെയ്യുക, കടയിൽ പോയി ഇതെല്ലാം ചെയ്യുക, പിള്ളേരെ പ്രഗ്നന്റ് ആവുക, വളർത്തുക, ചെയ്യുക, അവരുടെ പഠിത്തം നോക്കുക. സോ ഇവരിതെല്ലാം ചെയ്യുന്നുണ്ട്, ഹാപ്പിലി ചെയ്യും. പക്ഷേ ദേ ആർ നോട്ട് അപ്രിഷിയേറ്റഡ് ഫോർ ഇറ്റ്. ഏത് ഭർത്താവ് പറയണേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയണ്ട, ഒന്ന് മുഖത്ത് കഴിച്ചിട്ട് ഇന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി, ബോഡി ലാംഗ്വേജ് ആവാം. അത് ഉപ്പില്ലല്ലോ, അല്ലാതെ മുളകില്ലല്ലോ, ഈ വെള്ളത്തിന് എന്തെന്ത് വെള്ളം തട്ടിപ്പോയി. അതായത് ആണുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അവർക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ, എത്ര വേണേലും ചെയ്യാം. സ്ത്രീകൾ വില്ലിംഗ് ആണ് ചെയ്യാൻ, ജോലി ചെയ്യാം, എല്ലാം ചെയ്യാം, ഓക്കെ. പക്ഷെ ദേ ആർ നോട്ട് അപ്രിഷിയേറ്റഡ് ഫോർ വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പൊ സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് അത്രയും അപ്രിസിയേഷൻ വേണ്ട, അവർക്ക് വേറെ ടൈപ്പ് തിങ്കിങ് ആണ്, ഈഗോയിസ്റ്റിക് ആണ്. ഇൻ കേസ് ആക്ച്വലി അവർ വേറെ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഏത് നേരം പറയണമെന്ന് ഇഷ്ടമല്ല. ബട്ട് സ്ത്രീകൾക്ക് എങ്ങനെയാണെന്നറിയോ, എല്ലാ ദിവസവും എല്ലാ നേരവും ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട്, എന്നെ കാണാൻ നന്നായിട്ടുണ്ട്, ഇതിനാണല്ലോ കഷ്ടപ്പെട്ട് കിട്ടിയ, അവർക്ക് അപ്രിസിയേഷൻ വേണം. അവരുടെ ഫിസിക്കൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണം. നീ ഇത് ചെയ്തല്ലോ, നീ ക്ഷീണിച്ചോ, ഒരു വാക്ക് മതി. പക്ഷെ അത് ഒരു ഹൗസ് ഹോൾഡിലും ആ അപ്രിസിയേഷൻ കിട്ടുന്നില്ല, ഭയങ്കര കുറവാണ്.
ആരെങ്കിലും തരുവാണെങ്കിൽ അവർക്ക് പയ്യെ പയ്യെ മനസ്സിലായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോ അയ്യോ എനിക്ക് ചേട്ടൻ തലവേദനയാ, ഈ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല, ഫോണിലാണ്. അപ്പൊ മറ്റേ ചേട്ടന്മാർ അവിടെ നിന്ന് എന്താ, അയ്യോ മോളെ തലവേദനയാണോ, നീ തുണി നനച്ചിട്ട്. അപ്പൊ വേറൊരാൾ അയ്യോ നീ ഇന്ന് കഴിച്ചില്ലേ. അതായത് ഓൺലൈൻ വരികയാണ്. ഇത് കള്ളന്മാര് ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ കേറിയാ മതി, വെറുതെ നെറ്റിൽ കേറിയാ മതി, ഉടനെ തന്നെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേറും. ഇറ്റ് ഈസ് എ വെരി റിസ്കി അറീന നൗ. എന്താന്നറിയോ, ഒരു ദിവസം ഇവര് മൈൻഡ് ചെയ്യില്ല, 2 ദിവസം മൈൻഡ് ചെയ്യില്ല. ഇത് സ്ഥിരം വരുമ്പോ പെണ്ണുങ്ങൾ പതുക്കെ അങ്ങോട്ട് ചായും. അവർക്ക് എന്താ വീട്ടിൽ നിന്ന് കിട്ടണേ? ഈ വെളുപ്പിനെ എണിച്ച് ജോലിയെല്ലാം ചെയ്ത് ഇതിനെല്ലാം ചെയ്തു കഷ്ടപ്പെട്ടു, ഇതെല്ലാം കഴിഞ്ഞ് തെറി മാത്രം ബാക്കി. പിന്നെ സെക്ഷുവാലിറ്റിയുടെ കാര്യം പറഞ്ഞ അവിടെ നിന്നും ഒന്നുമില്ല. ഹസ്ബൻഡ് സാറ്റിസ്ഫൈഡ്, ഭാര്യയ്ക്ക് ഓർഗാസം ഇല്ലെങ്കില് അവർക്കൊരു വോണ്ട് ഉണ്ട്, വോണ്ട് ഫോർ ഓൾ ദീസ് തിങ്സ്. ടാറ്റൂവും മസിലും ഒക്കെ ഉള്ള ആൾക്കാർ, ടാറ്റൂവും മസിലും വേണ്ട, ആരെങ്കിലും ഈ അതാണ് പറയാൻ പാടില്ല, ട്രിക്കാണ്. പെണ്ണുങ്ങളെ വീഴ്ത്തണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, ജസ്റ്റ് ലിസൺ. അവര് പറയണ കേൾക്കാൻ ആള് മതി, ആൻഡ് അപ്രീഷിയേറ്റ്. നീ ഇത് ചെയ്തത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. അത് ഇത് അവരുടെ ഇത് ബേസിക് റിക്വയർമെന്റ്. ആൺകുട്ടികളെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങള് കല്യാണ ജീവിതത്തിൽ പോകുമ്പോ ഒരു പെൺകുട്ടിയെ വളയ്ക്കുന്നത് എങ്ങനെയാന്ന് ആൺകുട്ടികളെ പഠിപ്പിച്ചു വളച്ചല്ല. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഒരു എവിടെയെങ്കിലും ഒരു സർവീസിന് പോയി, നിങ്ങൾ ബാങ്കിൽ പോയി, ഹോട്ടലിൽ പോയി, എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു ട്ടാ ചേട്ടാന്ന് പറയൂലേ? ഓക്കെ, എന്തെങ്കിലും ജനറലി നമ്മളൊരു ഇത് അല്ലെ, ഓഫീസിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് തന്നാലും ഒരു ചെറിയ അപ്രിസിയേഷൻ ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ വീട്ടില് ഒരു ദിവസം എന്തോരം ജോലി ഉണ്ടെന്ന് അറിയോ വീട്ടിലെ സ്ത്രീക്ക്? അത് പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ എന്താ ചെയ്യണേന്നാ ചോദിക്കുക. പക്ഷെ ഒരു ദിവസം ട്രൈ ചെയ്യണം. രാവിലെ എണീച്ച് സ്ത്രീകൾ ചെയ്യണ എല്ലാ ജോലിയും ചെയ്ത് ട്രൈ ചെയ്യണം. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദേ ഡിസേർവ് അപ്രിസിയേഷൻ. ഒരു രാവിലെ ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ താങ്ക്സ്, നല്ല ചായ, താങ്ക്സ്, നല്ല ചായ അല്ലെങ്കിലും പോട്ടെ, താങ്ക്സ് എന്ന് പറയാമല്ലോ. അത് പറഞ്ഞില്ലെങ്കിലും ബോഡി ലാംഗ്വേജില് ഈ ആണുങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറും വായിച്ചിരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കുകയും കൂടി ഇല്ല, അവിടെ വെച്ചോ, ആ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും, ഇപ്പൊ ലോണ്ടറി ചെയ്തു, ഇത് എടുത്തു വെക്കണു, അത് ചെയ്യണു, വീട് വൃത്തിയാക്കണു. അത് സമ്മറി പറഞ്ഞ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ഇന്ത്യയില് ജനറലി ഡെവലപ്പിംഗ് കൺട്രീസില് ആ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല. ആക്ച്വലി ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. അപ്രിസിയേഷൻ കൊടുത്താലുണ്ടല്ലോ ഇവരെന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഈ വീട്ടില് സിസ്റ്റേഴ്സും അമ്മമാരൊക്കെ ഉള്ളവരല്ലേ എല്ലാവരും. അപ്പൊ അവർക്ക് കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാവാൻ പറ്റേണ്ടതല്ലേ? അതെനിക്കറിയില്ല. കല്യാണം കഴിച്ച ആണുങ്ങളിതെല്ലാം മറക്കും. മേ ബി ഫസ്റ്റ് 6 months അയ്യോ ചക്കരേ പഞ്ചാര എന്നൊക്കെ വിളിക്കുമായിരിക്കും. അല്ല, ജനറലി അങ്ങനെ ഒരു ട്രെൻഡാ. പക്ഷെ എഗെയിൻ ഞാൻ പറയണത് ഒന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആണുങ്ങളുണ്ട് സിൻസിയറായിട്ട് പറഞ്ഞാൽ മതി. ഇത്രയും ജോലി ചെയ്തിട്ടല്ലേ ഭക്ഷണം കൊണ്ട് കൊടുക്കണേ. ഡോക്ടർ പറഞ്ഞില്ലേ ചായ മോശമാണെങ്കിലും നല്ലതാണെന്ന് പറയുന്നു. ചായ നല്ലതാന്ന് പറയാനല്ല പറഞ്ഞത്, ചായ ഉണ്ടാക്കാനുള്ള എഫേർട്ട്, അതിന് താങ്ക് യു. നമ്മളിപ്പോ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് മോശമാണെങ്കിലും ജനറലി നമ്മള് ചീത്ത പറഞ്ഞല്ലേ ഇറങ്ങാം. നമ്മള് ഓക്കെ ഫുഡ് തന്നു താങ്ക്സ് എന്ന് പറയും. എനി ഒരു ബേസിക് ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എല്ലാത്തിനും വേണം. നമ്മൾ അതായത് നമ്മുടെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഇത് വേണം, ലൈക്ക് അവർക്കല്ല. പക്ഷെ ഈ ഒരു ഫാമിലി ലൈഫില് ഈ തെറ്റുകൾ ഉണ്ടാവുന്നതും ഇവര് സ്ത്രീകളുടെ എക്സ്പെക്ടേഷൻ പ്രശ്നം വരണതും ഈ ലാക്ക് ഓഫ് അപ്രിസിയേഷനും ലാക്ക് ഓഫ് ഇമ്പോർട്ടൻസും ആണ്. അല്ലാതെ ഈ കാര്യം പുരുഷന്മാരും ബെഡ്റൂമിൽ പരാജയമാണ്, പക്ഷെ അത് അവരെ ബാധിക്കുന്നില്ല. അതിനകത്ത് തന്നെ പലരും സക്സസ്ഫുൾ ആയിരിക്കാം. അല്ല എന്ന് വെച്ചാൽ പൊതുവെ ആയിരിക്കാം, ഒരു 40% പരാജയമാണെന്നാണ് സ്ത്രീകൾ പറയണത്. അതവര് ഭർത്താക്കന്മാരോട് പറയുന്നില്ല. പരാജയമാണെങ്കിലും നിങ്ങൾ ചായ തരുമ്പോ താങ്ക് യു പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം കുറയും. ചായക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും. എന്നുവെച്ചാൽ മറ്റത് നിങ്ങൾ പഠിക്കാൻ വൈകിയെങ്കിലും നിങ്ങൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് തുടങ്ങുക. അത് തന്നെ. അതായത് അവര് ഹ്യൂമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ല പക്ഷെ ഈ ആളുടെ നീഡ് അവർക്ക് അറിഞ്ഞാലേ ഇത്
ഇതിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയണേ, എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ മാരേജിന് മുമ്പ് പുരുഷനെ കുറിച്ച് സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ഫ്രീഡം കൊടുക്കുക സ്ത്രീകൾക്ക്. എന്തിനാണെന്നറിയോ, എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല ഉദ്ദേശിക്കണേ, ടു ബി ദംസെൽസ്. അവരെന്തുവാണോ അതാവാനുള്ള ഫ്രീഡം. മനസ്സിലായി? ഇപ്പൊ പലരും, എനിക്ക് ഒത്തിരി പെൺകുട്ടികളെ അറിയാം, ലൈക്ക് നല്ല പഠിച്ച് നല്ല ഡിഗ്രി ഉള്ളവർ വെറുതെ വീട്ടിലിരിക്കുന്നു, വീട്ടു ജോലി മാത്രം ചെയ്യുന്നു, കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്. പക്ഷെ അവർക്കൊക്കെ ഒരു അരമണിക്കൂർ മേ ബി ഇരുന്ന് പടം വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഡാൻസ് ക്ലാസ്സിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ പോകാൻ, അല്ലെങ്കിൽ അവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ പറഞ്ഞില്ലേ നേരത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രണ്ട്സ് ഉണ്ടാവും. അവരും ഹ്യൂമൻസ് ആണല്ലോ, അവർക്കും ഫ്രീഡം ടു ബി ദംസെൽസ്. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളും അവര് ജയിലിലാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് വരുന്നത് അതാ. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും അതായത് കൂട്ടിന്റെ ഉള്ളിലാണെന്ന് അവർക്കൊരു ഫീലിംഗ് വരും കല്യാണം കഴിഞ്ഞ. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയോ, ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറയാൻ തുടങ്ങി. അവര് കാണുമ്പം ചുറ്റുപാടുള്ളവരെന്താ എല്ലാവരും അനുഭവിക്കുക. സോ ഇപ്പൊ പെൺകുട്ടികള് അതിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ നിറയെ കാണുന്നുണ്ട് കല്യാണമേ വേണ്ട, അല്ലെങ്കിൽ 30 കഴിഞ്ഞ് മതി, 40 കഴിഞ്ഞ് മതി എന്നാണ് ഇപ്പൊ പെൺകുട്ടികൾ പറയണത്. വൈ? ബിക്കോസ് അവരിതാ കാണണേ. അവർ കാണുമ്പോൾ അവരുടെ വീട്ടിൽ ആരും ഹാപ്പി അല്ല, അമ്മമാര് ഹാപ്പി അല്ല, ആൻറ്റിമാര് ഹാപ്പി അല്ല, ആരും ഹാപ്പി അല്ല. എല്ലാവരും ഓക്കെ ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ ദേ നോട്ട് ഹാപ്പി. ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഒരു പ്രായം കഴിയുമ്പോൾ അവരെടുക്കും. അമ്മായിമ്മയാകുമ്പോൾ ചിലപ്പോൾ മരുമക്കളുടെ അടുത്തായിരിക്കും എടുക്കുന്നത്. അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ പറഞ്ഞു വരുന്നത് കുടുംബത്തിൽ, കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. തകർന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് പ്രോബബ്ലി ഇനി വേഴ്സ് ആവും. പക്ഷെ നല്ലൊരു എഡ്യൂക്കേഷൻ വഴി അത് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ആക്ച്വലി സോ ബ്യൂട്ടിഫുൾ. ഒരു ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റ് നല്ല ബ്യൂട്ടിഫുള്ളാ. അതങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ പിള്ളേരെ പ്രോപ്പർലി പഠിപ്പിച്ച് അവരതിന് ഒരുക്കുക, മെന്റലി ഒരുക്കുക. പക്ഷെ ഈ കുട്ടികളോട് പറയുമ്പോഴേ, ഇപ്പൊ ഫാമിലി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണ് എന്നുള്ളതിന് അവർക്ക് കാണുമ്പോ ഒന്നും ബെനിഫിറ്റ് ഇല്ല, വീട്ടിൽ കാണുന്നില്ല. പക്ഷെ ഇനിയിപ്പോ പ്രത്യേകിച്ച് പോയി നമുക്ക് ഈ വീടുകൾ നന്നാക്കാൻ എളുപ്പമൊന്നുമല്ല. അല്ല, പക്ഷെ നമുക്ക് ഡോക്ടർക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ചെറിയൊരു കുട്ടിയാണ്, അവര് ദേ ആർ ബിക്കമിങ് ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെയാണ്. ഒരു ഫാമിലി ആയതുകൊണ്ട് എന്തോ ഉപകാരം. അപ്പൊ അതായത് നമ്മൾ പറയണത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, പലപ്പോഴും പണ്ട് റിലേഷൻഷിപ്സിലെ ആൾക്കാർ പോയപ്പെട്ടത് അവരുടെ ചോയ്സ് ആയിരുന്നില്ല. വീട്ടിലെ ബുദ്ധിമുട്ടായിരിക്കും. അവർ പറയും ഓക്കെ ഇന്ന ആളെ കെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട്, പല കാരണങ്ങൾ കൊണ്ടാണ് ദേ ഗോട്ട് ഇൻ ടു റിലേഷൻഷിപ്പ്. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഗെറ്റിംഗ് ഇൻ ടു എ റിലേഷൻഷിപ്പ് അറ്റ് ദ റൈറ്റ് ടൈം, at the right age, at the right maturity, to the right person. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പം ആദ്യം ഇപ്പൊ ഈ കൗൺസിലിംഗിൽ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഗെറ്റ് ടു നോ എ പേഴ്സൺ. അതായത് ഒരു അറേഞ്ച്ഡ് ലവ് മാരേജ് വേണമെന്നല്ല ഞാൻ പറയണേ, ഒരാള് നമ്മൾ അറിയുക, വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചേരുമോ നോക്കുക, ഇമോഷണലി മാച്ച് ആവുമോ നോക്കുക. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ് വിൽ വർക്ക്, എന്നിട്ട് അതിനെ മാരേജ് ആക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആക്കുക, ലിവ് ഇൻ റിലേഷൻ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഗെറ്റ് ടു നോ എ പേഴ്സൺ, നമ്മളും ഇതാവുന്ന. അനദർ തിങ്, അതും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ്, ബിഫോർ യു ഡിസൈഡ് യു വാണ്ട് ടു ഹാവ് ചിൽഡ്രൻ, യു ഷുഡ് നോ ദാറ്റ് ദിസ് ഇസ് എ സ്റ്റേബിൾ റിലേഷൻഷിപ്പ്. മണ്ടത്തരം പറ്റണത് ആരോ പറഞ്ഞ് ആളെ കെട്ടിക്കഴിഞ്ഞ 9ാം മാസത്തിൽ പ്രസവിച്ചു, അവിടെയാണ് പ്രോബ്ലം. ഇതറിയാം. നമ്മൾ മെച്യൂർ ആയിട്ട് ആദ്യം 2 കാലിൽ നിൽക്കാൻ പഠിക്കുക സ്ത്രീകള്. സോ ദേ ആർ നോട്ട് ഡിപ്പെൻഡന്റ്. അവരുടെ പേഴ്സണാലിറ്റി മാറ്റണ്ട, ആണുങ്ങൾ മാറ്റണ്ട, പെണ്ണുങ്ങൾ മാറ്റണ്ട. യു ബി യുവർ സെൽഫ് ഇൻ മാരേജ്. കുറച്ചും കൂടെ ഓപ്പൺ, ട്രൂത്ത്ഫുൾ ആവുക. ഇതെന്താണ്, എല്ലാം മറച്ചു വെച്ച് നുണയൊക്കെ പറഞ്ഞ് കെട്ടിക്കും. അത് കഴിയുമ്പോഴാണ് റിയാലിറ്റി കാണുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങണേ. പിന്നെ ഫസ്റ്റ് ഒരു 9 months അല്ലെ 1 year ഷാഗത്തോൺ പീരീഡ് എന്ന് പറയും. ആരും ഒന്നും അറിയില്ല, എല്ലാം നന്നായിട്ട് പോകും. അത് കഴിയുമ്പോഴാണ് റിയൽ പ്രോബ്ലംസ്. ഫൈനാൻസ് പ്ലാൻ ചെയ്യണം. മര്യാദയ്ക്ക് പഠിച്ച് ജോലി കിട്ടിയിട്ട് ഒരു പാർട്ണർ കിട്ടിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. എന്താണോ, ബിൽസ് വരുമ്പോഴാണ് നമ്മൾ തല്ലൂട്ടം വരണേ. കുട്ടി ഉണ്ടാവണതിന് മുമ്പും നമുക്ക് സ്റ്റേബിൾ ആവണം. കുട്ടി ഇപ്പം തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. ഓക്കെ, ലൈക്ക് ഇപ്പം നിങ്ങൾ 18 years ഈ പ്രോസസ്സ് തുടങ്ങിയാൽ യു ക്യാൻ ഹാവ് എ ചൈൽഡ് അറ്റ് 28 years ഓൾസോ. അങ്ങനെ ഒരു രീതിയിൽ മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്ന് നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്ന വാല്യൂസ് ആണോ എന്ന് നോക്കി. റിലിജിയൻ സെയിം ആവണമെന്നില്ല, കളർ സെയിം ആവണമെന്നില്ല, എക്കണോമിക്കലിയും പോട്ടെ, ഒന്നും മാച്ച് ആയില്ലെങ്കിലും നമ്മുടെ വാല്യൂസ്
വേവ് ലെങ്ത് ഒക്കെ മാച്ച് ആവണം. വാല്യൂസ് മാച്ച് ആയില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാ. സെയിം കൾച്ചർ, സെയിം റിലീജിയൻ, സെയിം എക്കണോമിക് സ്റ്റേറ്റസ് ആണ് മാച്ച് ആവാൻ ഏറ്റവും എളുപ്പം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും വാല്യൂസ് മാച്ച് ആണ്. പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നത് മെച്യൂർ ആയിട്ടുള്ള ഏജിൽ എടുക്കണം. 18-20 ഒന്നും ആക്ച്വലി മെച്യൂർ ഏജ് അല്ല. കുറച്ചുകൂടെ പഠിച്ച്, അപ്പോൾ ഇപ്പം പെൺകുട്ടികളൊക്കെ പ്രിഫർ ചെയ്യണത് പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട്. മറ്റേത് എന്താണെന്നറിയോ, 18 വയസ്സ് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇവർ മുതലെടുക്കും. ലൈക്ക് ദേ ഡോണ്ട് നോ എനിത്തിങ്. അവർക്ക് ജോലിയിൽ ഒന്നുമില്ല. അവർ ഹൗസ് വൈഫ് ആയി കഴിയുമ്പം അവര് ഒരു ടോക്സിക് റിലേഷൻ പോകുന്ന വെച്ചാൽ ഒരാള് ബുള്ളി ആവും, ചിലപ്പോ മറ്റേ ആള് വിക്ടിമൈസ്ഡ് ആവും. ഇതവേ അവിടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം സ്ത്രീകൾക്ക് വരാത്തത് കൊണ്ട് അവർക്ക് ആ സിറ്റുവേഷൻ മുതലെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വീട്ടിൽ അമ്മായിമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഇത് പെട്ടു. അപ്പോൾ ഷീ വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. അത് നിൽക്കുമായിരിക്കും, പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും ഔട്ട്ലെറ്റ് വന്നാൽ ചാടിപ്പോവും. ഇങ്ങനെ മെച്യൂർ ഇതിലേക്ക് പോയാൽ അങ്ങനെ പോകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. പ്ലസ് ദ നോളജ് ദാറ്റ് ഓക്കെ അയാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒന്ന് പോയത് കൊണ്ടോ ആ റിലേഷൻഷിപ്പ് കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ബയോളജി പഠിപ്പിക്കാം. ലൈക്ക് ആണുങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഒരാൾ പോയത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് വെൽ. പക്ഷെ ഒരാൾ പോയി ഒരു തവണ പോയാൽ പിന്നെ ലൈസൻസ് ആയില്ലേ? അങ്ങനെയല്ല. ഇതൊരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ലല്ലോ. മിക്കവാറും ഉണ്ടാവണ എന്താണെന്ന് വെച്ചാൽ ഒരു വല്ല വാട്സപ്പ് മെസ്സേജോ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടാണ് ഇപ്പൊ ആൾക്കാർ സെപ്പറേറ്റ് ആവണേ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ അത് നമുക്ക് ബേസിക്കലി പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. സിമ്പിളാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ആൻസർ ഫോർ ഓൾ ദ പ്രോബ്ലംസ്. അപ്പോൾ ഇവർ പക്ഷെ മാരേജ് എന്ന് പറഞ്ഞാൽ there is a lot of work in marriage. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പേരൻസ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ വളർത്തുന്നുണ്ടല്ലോ. നമ്മുടെ ആൺകുട്ടികളെയും വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് പഠിപ്പിക്കണം. ഇപ്പൊ ഒരു ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെണ്ണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും, ആണവിടെ ലൈക്ക് കളിക്കാൻ പോയി, അങ്ങനെയൊക്കെ അല്ലേ. അത് പോയി 10 മണിക്ക് വന്നാലും കുഴപ്പമില്ല, 12 മണിക്ക് വന്നാലും അല്ലേ. ഇവള് പുറത്തു പോയി 6 മണിക്ക് തിരിച്ച്. അത് വിട്ട് വി ഹാവ് ടു കുറച്ചും കൂടെ രണ്ടാളെയും എല്ലാ ഉത്തരവാദിത്വം വീട്ടിൽ ചെയ്യിപ്പിക്കണം. ഈക്വലായിട്ട് ഒരു ഫ്രീഡം ഹ്യൂമൻസ് ആയിട്ട് രണ്ടാളെയും ട്രീറ്റ് ചെയ്താൽ ഒരു മെച്യൂർ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ അത് ചാൻസസ് ഇറ്റ് വിൽ സ്റ്റേ.